ഗലീലയിലെ ശാന്തമായൊരു ഗ്രാമമായിരുന്നു നസ്രത്ത്. അവിടെ ദൈവഭയവും നല്ല മനസ്സുമുള്ള മറിയം എന്ന യുവതി ജോസഫ് എന്ന തച്ചനുമായി വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അവൾ തീർത്തും അപ്രതീക്ഷിതമായി ഒരു ദൈവദൂതന്റെ സാന്നിധ്യം അനുഭവിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട, ദൈവത്തിന് നിന്റെ മേൽ കൃപയുണ്ടായിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ ലോകരക്ഷകനായിരിക്കും. ഈ വലിയ രഹസ്യത്തിനു മുന്നിൽ വിനയത്തോടെ മറിയം തലകുനിച്ചു. താനും ജോസഫും അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതി ആ വലിയ ഉത്തരവാദിത്തം സന്തോഷത്തോടെ ഏറ്റെടുത്തു. ആ സമയത്താണ് റോമൻ ചക്രവർത്തി കൈസറുടെ കൽപ്പന വന്നത്. റോമാ സാമ്രാജ്യത്തിലെ ഓരോ പൗരനും അവരവരുടെ പൂർവിക ഗ്രാമത്തിൽ ചെന്ന് പേര് എഴുതി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ജോസഫിനും മറിയത്തിനും തങ്ങളുടെ കൊച്ചു ഗ്രാമമായ നസ്രത്ത് വിട്ട് യൂദയായിലെ ബേത്ലഹേമിലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നു. മറിയം പ്രസവത്തോട് അടുത്ത സമയമായിരുന്നു. കുന്നുകളും താഴ്വരകളും താണ്ടി കഴുതപ്പുറത്തും കാൽനടയായും ഉള്ള ആ ദീർഘയാത്രയുടെ കഷ്ടപ്പാട് ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര വലുതായിരുന്നിരിക്കണം. എങ്കിലും അവർ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആ യാത്ര തുടർന്നു.